അപ്പോൾ പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിൽ കേരളത്തിലും ഒരു ആരാധനാലയമുണ്ട്. 15 വയസ്സേ ഉള്ളൂ. നല്ല നൈക്കിന്റെ ഷൂവും നല്ല ജീൻസും ഒക്കെ ധരിച്ച് ആണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കാർലോ അക്യൂട്ടിസിന്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോവുക. കൊച്ചി കാക്കനാട് പള്ളിക്കരയിലാണ് പുതിയ പള്ളി. വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇന്ന് വൈകിട്ട് ദേവാലയം ആശീർവദിക്കും. നമ്മുടെ സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ, ഇങ്ങനൊരു വിശുദ്ധനാക്കപ്പെടുന്ന ഒരാൾ കത്തോലിക്ക സഭയിൽ തന്നെ ഉണ്ടാവില്ല. 15 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മില്ലേനിയം കിഡാണ്. എനിക്ക് തോന്നുന്നു 1986 ശേഷമാണ് ജനനം. 2006 ആകുമ്പോഴേക്ക് അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. അതിന് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു 1990 മറ്റോ ആണ് ജനിച്ചിട്ടുണ്ടാവുക. മില്ലേനിയം കിഡായ വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന ആളാണ് കാർലോ അക്യൂട്ടിസ്. അദ്ദേഹത്തിന് പേരൊരു പള്ളിയുണ്ട് എന്നുള്ളത് കൗതുകകരമാണ്. ആ പള്ളിയുടെ വിശേഷങ്ങളൊന്ന് പറഞ്ഞാട്ടെ സജു. ഡോക്ടർ അരുൺകുമാർ, ദൈവത്തിന്റെയും ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ അക്യൂട്ടിസ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത മില്ലേനിയൽസിന്റെ വിശുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം. 91-ലാണ് ജനിച്ചത്. അങ്ങനെ വരുമ്പോൾ ആ കാലത്തിൽ ജനിച്ചതിന് ശേഷം വിശുദ്ധനാകുന്ന ആദ്യ വ്യക്തി എന്ന് പറയും. ഇവിടെ ഞാൻ ഈ പള്ളിയിലാണ് നിൽക്കുന്നത്. കാക്കനാട് പള്ളിക്കരയിലാണ് കാർലോ അക്യൂട്ടിസ് പള്ളിയുള്ളത്. ഇന്നാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. ഈ ദേവാലയം ഇവിടെ ഇന്ന് വൈകിട്ട് ആശീർവാദ കർമ്മം ഉൾപ്പെടെ നടക്കും. നമുക്ക് ഈ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, ഫുട്ബോളും ഒക്കെ കൈവശമുണ്ട്. അപ്പോൾ ഫുട്ബോളിനെയും ഗെയിമുകളെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം നൂതന സാങ്കേതിക വിദ്യയെ വിശ്വാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. അതാണ് സഭ. ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഇന്ന് വരാപ്പുഴ, അതായത് വരാപ്പുഴ റോമൻ കാത്തലിക് ലാറ്റിൻ ചർച്ചിന്റെ കീഴിലാണ് ഈ പള്ളി. ഇന്ന് വൈകിട്ട് 5:30 ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം, മറ്റ് ആശീർവാദ കർമ്മങ്ങൾ വരാപ്പുഴ അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കുക. നമ്മളോടൊപ്പം ഈ പള്ളിയിലെ പ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയായി ഇത് മാറിയത്? ഇത് അദ്ദേഹത്തിന് മുൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിജിറ്റൽ യുഗത്തിലെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഒരു ഗെയിമറും ഫുട്ബോളറൊക്കെ ആയിരുന്നതിന്റെ ഒപ്പം തന്നെ ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നല്ല ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിശുദ്ധിയോട് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ അതിന്റെ നാമധേയത്തിൽ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാണ് അദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അറിവ് വെച്ചത് ലോകത്തിലെ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളിയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. കാര്യം ഇന്നൊരു 4:30 അവിടുത്തെ ചടങ്ങ് നടക്കുന്നത്. അതാണ് ഡോക്ടർ അരുൺകുമാർ. അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ പോലും അതിലൊരു വലിയ കൗതുകവും പ്രത്യേകതയും ഉണ്ട് എന്നാണ് ഡോക്ടർ. ജീൻസും ടീഷർട്ടും നല്ല ഷൂ ഒക്കെ ഇട്ട് ഫുട്ബോളുമായിട്ട് കയ്യിലൊരു മൊബൈൽ ഫോണുമായിട്ട് നിൽക്കുന്ന വിശുദ്ധൻ, അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക കത്തോലിക്ക സഭയ്ക്ക്. കാലം മാറുകയാണെന്നേ. പഴയ കാലത്ത് പുസ്തകമാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ. ഇനിയിപ്പോൾ വിശുദ്ധന്മാരെയൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് പുതിയ വിശുദ്ധന്മാരുണ്ടാവുമ്പോൾ വിശുദ്ധന്മാർക്കൊക്കെ നമ്മുടെ രൂപവും നമ്മുടെ രീതിയും ഒക്കെ ആയിരിക്കും അല്ലേ. കയ്യിലൊരു മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും, ഷൂ ഒക്കെ ഉണ്ടാവും, ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധൻ എന്നൊക്കെ വരും. അതൊക്കെ ഉണ്ടാവണം. വിശ്വാസം അതിൻ്റെ രീതിയിൽ മാറുമല്ലോ സ്വാഭാവികമായിട്ടും. 15 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. രക്താർബുദത്തെ തുടർന്നാണ് അക്യൂട്ടിസ് മരിക്കുന്നത്. ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച് കിട്ടിയ പേരോ ഗൂഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഗൂഡ്സ് ഇൻഫ്ലുവൻസർ എന്ന അറിയപ്പെട്ട കാർലോ അക്യൂട്ടിസ് ആണ് ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. വത്തിക്കാനിലാണ് ഇന്ന് വൈകുന്നേരം 4:00 നടക്കുന്നത്. ആ ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പയാണ് കാർലോസ് അക്യൂട്ടിസിനെ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കുക. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആയിരങ്ങൾ ചടങ്ങിന് സാക്ഷികളാകും. സൈബർ അപ്പോസ്തലൻ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഗൂഡ്സ് ഇൻഫ്ലുവൻസർ എന്ന പേരിന് കൂടാതെ. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരുന്നു. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മില്ലേനിയൽ വിശുദ്ധനായ കാർലോ അക്യൂട്ടിസിന് 2006 15 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് രക്താർബുദം ബാധിച്ച് അന്ത്യം സംഭവിക്കുന്നത്. ജീൻസും ഷർട്ടും നൈക്കി ഷൂസും ഇട്ട അക്യൂസിന്റെ ഭൗതിക ശരീരം അസീസിയിൽ ചില്ലു ശവകുടീരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയും ഒരു വിശുദ്ധൻ.